ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മര്യാദകളാണ് കഴിഞ്ഞ 8-ാം തീയതി രാത്രിയിൽ ഈ മല്ലപ്പള്ളിയിൽ അരങ്ങേറി. പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീട്, ആ വീട്ടിലേക്ക് ഏതാണ്ട് ഈ ജില്ലയിലെ മിക്കവാറുമുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം കൂടി അമ്മ രാത്രിയിൽ 12 മണിക്ക് കടന്നില്ലേ. എന്താണ് ഈ പോലീസിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചത്? എന്ത് മര്യാദകളാണ് അവിടെ നടത്തിയത്? ആ വീട്ടിൽ രാത്രിയിൽ സ്ത്രീകളും കുട്ടികളും എല്ലാം ഉറങ്ങി കിടക്കുന്ന രാത്രിയിൽ ആ വീട്ടിൽ കയറി അവരെ ആക്രമിക്കുക, വീടുകളൊക്കെ കയറുക. ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പോലീസിന് എന്താ അധികാരമാണ് അവിടെ കയറാൻ? എന്തിനാണ് നിങ്ങൾ അവിടെ കയറിയെന്ന് നിങ്ങൾ പറയേണ്ടി വരും. എന്ന് രാജു സാബ് പറഞ്ഞതുപോലെ ഈ സമരം ഇന്നിവിടെ തുടങ്ങുകയാണ്. ഒരു കാരണവശാലും ഇത് ഉത്തരവാദിയായവരുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരെ അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് കൊണ്ട് ഇത് അവസാനിപ്പിക്കത്തില്ല. ആ പ്രദേശത്ത് താമസിക്കുന്ന 10-60ഓളം വരുന്ന പാവപ്പെട്ട ആളുകൾ ഭൂരിപക്ഷവും പട്ടികജാതിക്കാരാണ്. അവർ രാവിലെ ജോലിക്ക് പോയിട്ട് വന്ന് രാത്രി കിടന്നുറങ്ങുന്നിടത്ത് ഈ പോലീസ് കാട്ടാളന്മാരെല്ലാം കൂടെ രാത്രി ചെന്ന് കയറുക വീട്ടിൽ. എന്ത് മര്യാദകേടാ! ഇവരൊക്കെ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ? ഇവരൊക്കെ മര്യാദ എന്താണെന്ന് അറിയത്തില്ലേ? ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അന്തസ്സുണ്ട്. ആ അന്തസ്സും അഭിമാനമൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് ഇവിടെ കാട്ടിക്കൂട്ടിയ ഈ മര്യാദകേട്, അത് ഉത്തരവാദികൾ ആരാണോ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത് ചൂട്ട് പോലാണ്. ചൂട്ട്, നമ്മൾ പണ്ട് ചൂട്ട് കെട്ടി പോത്തില്ലേ, ആ ചൂട്ട് വടിയാത്രക്കാരൻ്റെ കയ്യിലാണെങ്കിൽ അത് വെളിച്ചമായി മാറും. അത് ഭ്രാന്തൻ്റെ കയ്യിലാണെങ്കിൽ നാട് മുഴുവൻ കത്തിക്കും. അതാണ് പോലീസ്. അതാരുടെ കയ്യിലിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആയിരുന്നു. ഈ നാട്ടിൽ ആർക്ക് ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ പോലീസ് ആവശ്യമില്ലാതെ കയറിയിട്ടുണ്ട്? ആരെങ്കിലും കള്ളക്കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്? ചില കോൺഗ്രസ്സുകാർക്ക് ധാരണയുണ്ട്, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ വീട് കയറാനും അവരെ കള്ളക്കേസിൽ കൊടുക്കാനും എല്ലാമാണ് ധാരണയെങ്കിൽ ആ പരിപ്പ് ഇവിടെ ഉപയോഗത്തിൽ ശക്തമായി പ്രതികരിക്കും. ഞാൻ പോലീസുകാരോട് പറയാം, ആയതെങ്കിലും എരപ്പാളിക പറയുന്നത് കേട്ടുകൊണ്ട് പാവപ്പെട്ടവന്റെ വീട് കയറിയാൽ നിങ്ങൾ വന്നതുപോലെ പോകത്തില്ല. ആ രീതിയിൽ ഞങ്ങളിതിനെ പ്രതികരിക്കും. മര്യാദയാണെങ്കിൽ മര്യാദകേട് കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതികരിക്കും. അതുകൊണ്ട് പോലീസുകാർ ഒരു കാര്യമുണ്ട്, മേളിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ ആരെങ്കിലും പറയുന്നത് കേട്ട് മര്യാദഘട്ട പ്രവർത്തനവുമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിനെ ശക്തമായ രീതിയിൽ മര്യാദഘട്ട പ്രവർത്തനത്തെ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ നേരിടും. ഒരു സംശയമില്ല. ഈ നാട് എല്ലാവരുടെയും കൂടിയാണ്. ഇത് രമേശ് ചെന്നിത്തലയുടെ സതീശൻ്റെ വകയാണോ കേരളം? ഈ നാട് എല്ലാവരുടെയും കൂടെ അല്ലേ? ഇവിടെ പാവപ്പെട്ടവർ ജോലി ചെയ്തിട്ട് ജീവിക്കണ്ടേ? അവർ ഉറങ്ങണ്ടേ? രാത്രി ചെന്ന് കയറിയിരിക്കുക വീട്ടിനകത്ത്. നിങ്ങളുടെയൊക്കെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. അത് അവിടെയൊക്കെ അത്തരം രീതിയിലേക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കരുത്. കേറിയന്മാരെയൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ കേറിയന്മാരെ. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മാറുമെന്നുള്ള കാര്യം നിങ്ങളെ ആരും സംരക്ഷിക്കാൻ കാണത്തില്ല. ആ രീതിയിലൊക്കെ മാറുമെന്ന് ചിന്തിച്ച് മര്യാദയ്ക്ക് പോലീസ് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ ഒരടി പോലും നിങ്ങളെ വിടില്ല. സൗരാജ് പറഞ്ഞതുപോലെ ഞങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല. ഞങ്ങൾ അകത്തേക്ക് കയറും. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കാതെ മര്യാദയ്ക്ക് ഇവിടെ പോലീസുകാർ പ്രവർത്തിക്കണം. കോൺഗ്രസ്സുകാരായിട്ടുള്ള എരപ്പാളികൾ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് അവരുടെ കുടിലുകളിൽ കയറാൻ നിങ്ങൾ നിർദ്ദേശം കൊടുക്കുകയാണ്. എടാ അവിടെ കണ്ട് കണ്ണൂരെങ്ങാണ്ട് ആരാണ്ട് എന്തോ കേസുണ്ടെന്ന് വെച്ചാൽ അവിടെ പോരെ, ഇവിടെ ഈ പാവങ്ങൾ അത് തന്നെയല്ല. ഒരു മുറി 1-2 മുറി ഉള്ളിടത്താണ് ഇവർ ഈ സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞതില്ലേ?
ഒരാളെ ഒളിവിലിരുത്തണമെങ്കിൽ അതിന് സേഫ്റ്റിയായ വീട് വേണ്ടേ? ഇതൊരു ആ പാടെ ഒരു അടുക്കളയും ഒരു മുറിയോ ഈ മുറിക്കകത്ത് എങ്ങനെയാണ് ആളിനെ ഒളിവിലിരുത്താൻ കഴിയും? ഇത്രയും ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യന്മാരായ ആളുകളാണോ പോലീസ്? അർത്ഥം തന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് ഈ സമരത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലും ഇവിടെ പങ്കെടുത്ത